എനിക്ക് ഇവിടുത്തെ പരിപാടി നമ്മളെ ഇഷ്ടപ്പെട്ടു. കാരണം പരിപാടിക്ക് മുമ്പേ എനിക്ക് തുറന്ന് അർപ്പിച്ചു കഴിഞ്ഞു. പരിപാടി നന്നാകുകയും പറയുന്നതിന് മുമ്പ് എനിക്ക് സമ്മാനം തോന്നിക്കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞു, ആദരിച്ചു കഴിഞ്ഞു. കൊള്ളാം. തോമസ് സാർ പറഞ്ഞ പോലെ നമ്മുടെ ചടങ്ങുകൾ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒന്നിക്കുന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗ്രാമത്തില് ഒരു വള്ളംകളി നടക്കണ്ടായി. അപ്പൊ അതിന്റെ ചെറിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അവരെന്റെ അടുത്ത് വരും. അപ്പൊ വള്ളംകളി നടക്കുന്നതിന്റെ തലേദിവസം ഒരു സാർ നമുക്ക് ഇങ്ങനെ അവലോകനങ്ങളോട് സാർ പങ്കെടുക്കാം. അപ്പൊ എനിക്ക് വളരെ എളുപ്പമുള്ള ഒരു നാളായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവലോകന എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ സാർ മീൻപൊടിക്ക് വന്നാൽ മതി, അവിടെ റോഡ് സൈഡില് ഒരു കടയുണ്ട്, അടഞ്ഞു പറ്റുന്ന കടയാണ്. ആ കടയുടെ തിണ്ണയിലായിരിക്കും. ഞാൻ വിചാരിച്ചു ഉപയോഗമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഈ കടയുടെ തിണ്ണയിൽ 3 പേരുണ്ട്. അവർ 3 പേര് സംഘാടകരാണ്. 4 കസേരയുണ്ട്. 4ാമത്തെ കസേര എനിക്കുള്ളതാണ്. ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോ ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്കൊരു ഉപയോഗമൊന്നുമല്ല. അതുപോലെ 3-4 പേരേ ഉള്ളൂ. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു. നാളത്തേക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു. പോലീസ് വന്നു, ആർട്ടിഒ വന്ന് നോക്കി, എല്ലാം ഓർഗനൈസ് അങ്ങനെ നടക്കാൻ വേണ്ട അതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രധാന ആൾ പറഞ്ഞു, സാറേ നമുക്ക് യോഗം തുടങ്ങാല്ലേ? അപ്പൊ ഞാൻ പോയി. യോഗം ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. നമ്മൾ തുടങ്ങാം. ഞാൻ വിചാരിച്ചത് ഒരു ഫോർമലായിട്ട് നമ്മള് കാര്യങ്ങൾ പറയുന്നതാണല്ലോ. ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സ്വാഗതം ആശംസിക്കാനായി പ്രിയപ്പെട്ട ഇന്നയാളെ ക്ഷണിക്കുന്നു. ഈ 4 പേരിൽ ഒരാളെ എത്തുന്ന സ്വാഗതം ആശംസിക്കുന്നു. ഈ 4 പേരിൽ മറ്റൊരാള് പിന്നെ അക്ഷപ്രസംഗം നടത്തുന്നു. ഈ 4 പേരിൽ മുന്നോട്ട് അവിടെ ഞാൻ എന്റെ വിലയിരുത്തലുകൾ നടത്തുന്നു. അവസാനം 4ാമത്തെ ആള് പ്രവർത്തനർപ്പിക്കുന്നു, പിരിയുന്നു. ഇത് ആ നാട്ടിൽ പണ്ട് മുതൽ അങ്ങനെയാണ്. ഒരാളെ ഉള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യും. അയാൾ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്വാഗതം പറയും, അവസാനം നന്ദി പറയും. നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളും നമ്മുടെ നാട്ടുചിന്തകളും ഒക്കെ നമ്മളെ രൂപപ്പെടുത്തിയ ചില ആവശ്യമില്ലാത്ത ചടങ്ങുകൾ കിടന്ന് ഇപ്പോഴും മലയാള സമൂഹം വട്ടുണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് സാർ സൂചിപ്പിച്ചത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ, ഈ മാനേജ്മെന്റും മറ്റു വിഷയങ്ങളിലും ഒക്കെ വിദഗ്ധരായി മാറിയ ആളുകൾ എനിക്ക് ഉറപ്പുണ്ട് നാളെ പുറത്തേക്ക് ഇറങ്ങി ഈ സമൂഹത്തിന്റെ ഭാഗമായി ഇത് തന്നെ ചെയ്യും. കാരണം ഇപ്പൊ ഈ ചെയ്യുന്നവരൊക്കെ ഒരു കാലത്ത് യൂണിവേഴ്സിറ്റിയിലോ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ ഇതുപോലെ വിപ്ലവകരമായി മാറ്റങ്ങൾ വരുത്തണമെന്ന് ശപഥം ചെയ്ത സമയത്ത് തന്നെ ആയിരുന്നു ഞാൻ ഉൾപ്പെടെ. ഇപ്പോ പ്രൊഫസർ സന്തോഷ് ടി തമ്പി സാറ് വളരെ നല്ല കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അത് ആ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മള് ജനിച്ചു വീഴുന്ന കാലം മുതൽ പഠിക്കുന്ന ഒരു ഭാഷയുണ്ട്. അത് സംസാര ഭാഷയല്ലാത്തൊരു ഭാഷ. ഈ ഭാഷയിൽ അത്യാവശ്യത്തിലുള്ള വൈദഗ്ധ്യം കോളേജ് പഠന കാലത്ത് എനിക്ക് ലഭിച്ചതുകൊണ്ട് ഈ ലോകയാത്രകളൊക്കെ ഏത് ലോകരാജ്യം ചെല്ലുമ്പോഴും തടി കേടാകാതെ തിരിച്ചു വരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം യാമി ഭാഷ. യാമി ഭാഷയിലാണ് ഞാൻ ഈ 37 രാജ്യത്ത് പോയിട്ട് എഫക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ചു വന്നുള്ളത്. അപ്പൊ അതോടെ ഒന്നെനിക്ക് മനസ്സിലായി, 3 വർഷം ഡിഗ്രിക്ക് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഇംഗ്ലീഷിന്റെ വ്യാകരണവും ഇംഗ്ലീഷിന്റെ
എന്താണ് ലാംഗ്വേജ് സ്റ്റഡീസും ഒക്കെ നടത്തിയത് സത്യത്തിൽ ഈ ലോകത്തേക്ക് ഇറങ്ങുന്ന വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല എന്ന് പിടികിട്ടുന്നത് ഈ യാത്രകൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഓണ്ടർപ്രോറിയൽ ഒരു ഓറിയന്റേഷൻ തരിക എന്നതാണ് എന്റെ ഇന്നത്തെ ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല സ്കൂളുകളിൽ നിന്നുള്ള ആളുകൾ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് സ്റ്റുഡൻസ് ഇവിടെ MBA ബാച്ചുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മനസ്സോടെ തയ്യാറെടുപ്പോടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ മറ്റ് സ്കൂളുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏത് വിഷയം സംസാരിക്കണമെന്നും അല്ലെങ്കിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയാലോ എന്ന് ചോദിക്കാൻ കാരണം. കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ അവരുടെ ബിസിനസ് സ്കൂളുകളിലേക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. അതല്ലാതെ സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംരംഭങ്ങൾ അവിടെ എത്തിച്ചേരുന്ന യുവ സംരംഭകർക്ക് ചില ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കണമെന്ന് ലഭിക്കാറുണ്ട്. വലിയ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിന്നെ ക്ഷണിക്കുന്നതാണ് അതൊക്കെ. കാരണം നടത്തിയ ബിസിനസ്സുകളിൽ വലിയൊരു ശതമാനവും പൊട്ടിച്ച് കയ്യിൽ കൊടുത്ത ഒരാളാണ്. ആ എന്നെ തന്നെയാണ് എങ്ങനെയാണ് സംരംഭം ഗംഭീരമായിട്ട് വളരേണ്ടത്, എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്ന് ക്ലാസ് എടുക്കാൻ ലഭിക്കുന്നത് എന്നുള്ളത് എന്നെ സംഭവിച്ചു. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഇപ്പോഴും നിശ്ചയില്ല. കാരണം ഞാൻ എന്ത് സംരംഭകനായെന്ന് ചോദിച്ചാൽ ഞാൻ ഏകദേശം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സംരംഭകനായ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ പിതാവ് മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ, ഒരു ഗ്രാമമായിരുന്നു, ഒരു ചെറിയ പ്രസ് ആരംഭിക്കുന്നത്. പ്രസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മിനിമം ഉപകരണങ്ങൾ ഒരു പ്രസ് ഉണ്ടാവില്ല വേറെ. കാരണം ക്രെഡിറ്റ് പ്രസ്സാണ്. വേണമെങ്കിൽ അത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാം. അതല്ല കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ വാങ്ങിച്ചു വെച്ച് വൈദ്യുതിയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാവുന്ന ക്രെഡിറ്റ് പ്രസ് എന്ന് പറയും. അതായത് ഈ ഷീറ്റിന്റെ ഇരട്ടി വലിപ്പം ഉള്ളവർക്ക് അടിക്കാൻ പറ്റും. അതായത് പ്രിന്റിംഗ് ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് ഡെമി ഹാഫ് ഡെമി, അതായത് A3 സ്പേസ്. അപ്പൊ അങ്ങനെ ഒരു പ്രസ്സാണ് ആരംഭിച്ചത്. പക്ഷെ എനിക്കത് വലിയ അത്ഭുതമായിരുന്നു. ഈ പെട്ടികള് ചെന്നൈയിൽ നിന്നവരാണെന്ന് മെഷീനറി വരുന്നത്. ഇൻഡോ യൂറോപ്പ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇത് വന്നിറങ്ങുന്നു ഓരോരോ പെട്ടികളായിട്ട്. അല്ലാതെ ഒരു പെട്ടിക്കകത്ത് ഒരു വീലായിരിക്കും, വേറെ പെട്ടിക്കകത്ത് വേറെ കഷ്ണമായിരിക്കും. ഒരു ടെക്നീഷ്യൻ വന്നത് എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരാഴ്ച കൊണ്ട് മിക്സിൽ ഓടിക്കാവുന്ന സ്ഥിതിയിലായിരിക്കും. അപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂളിന്റെ ഇടവേളയിലും സ്കൂൾ കഴിഞ്ഞും ഒക്കെ എന്റെ ഏറ്റവും വലിയ കൗതുകം ഈ മെഷീനറികൾ കാണുക, അവിടുത്തെ പ്രിന്റിങ് കാണുക, അവിടുത്തെ പ്രിന്റർമാരുമായിട്ട് സൗഹൃദത്തിലാവുക, അവിടെ നോട്ടീസ് അടിക്കുമ്പോഴും മിച്ചം തരുന്ന പേപ്പറുകൾ കൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കുക, ഈ മിച്ചം തരുന്ന പേപ്പർ കഷ്ണങ്ങൾ പിന്നിച്ചേർന്ന് എങ്ങനെ ചെറിയ ബുക്കുകളുണ്ടാക്കാമെന്ന് പരീക്ഷിക്കുക. അപ്പൊ എന്റെ പിതാവ് തന്നെ അനുവദിച്ചിരുന്നു. വൈകുന്നേരം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കിടന്നുകൊണ്ടൊന്ന് ഒന്ന് കാണണം. അത് കഴിഞ്ഞ് 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ രാത്രി പിതാവ് തിരിച്ചു പോകുമ്പോഴാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഇരുന്ന് ഞാൻ അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലെ സംരംഭകൻ വരുന്നത്. അപ്പൊ ഞാനൊരു ദിവസം 5 മണി കഴിയുമ്പോൾ പ്രസിലെ ജീവനക്കാരൊക്കെ പോകും. ഞാൻ പയ്യെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. അതിലെ അച്ചുകൾ, അന്ന് അച്ചു നേരത്തിലാണ്, ഓരോ അച്ചുകളും ഓരോ കള്ളിക്കകത്ത് ഓരോ അക്ഷരങ്ങളും, മലയാളത്തിലെ അക്ഷരങ്ങളും ഇംഗ്ലീഷിലെ. മലയാളത്തിൽ ഞാൻ ആദ്യം കഴിച്ചില്ല, കാരണം മലയാളത്തിൽ കണ്ടമാനം അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണ് 26 നമ്മൾ പണി ചെയ്തത്, എടുക്കാൻ എളുപ്പമാണ്. മറ്റേത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയുള്ളൂ. അതിന്റെ അക്ഷരം എന്റെ കിടക്കുന്ന ഒരു പിടുത്തമില്ല. ഈ ജായി ന്യായി എല്ലാം കൂട്ടി അത് രണ്ടും കൂടെ ചേർത്ത് തന്നെ ഈ അക്ഷരം നിങ്ങൾ നോക്കിയാൽ മര്യാദ കാണില്ല, സീലെ നോക്കുന്നില്ല, നേരെ റിവേഴ്സില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വലിയ പണിയായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം കഴിച്ചു. അങ്ങനെയാണ് ഇംഗ്ലീഷുമായിട്ടുള്ള ഞാൻ പോരാട്ടം ആരംഭിക്കുന്നത് ഞാൻ പറയായിരുന്നു. അങ്ങനെ ഞാൻ എസ് ആദ്യം കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു, എൻ കണ്ടുപിടിച്ചു, ടി കണ്ടുപിടിച്ചു, എച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ സന്തോഷ്, അന്ന് സ്കൂളിൽ എന്റെ പേര് സന്തോഷ് കെ ജോർജ് എന്നാണ്. സന്തോഷ് സ്കൂൾ അങ്ങനെ ജോർജ്. അപ്പൊ സന്തോഷ് കെ ജോർജ് കണ്ടുപിടിച്ചു. അത് നൂറിട്ട് കെട്ടി, എന്നിട്ട് ഈ ഫ്രെയിം ഉണ്ട്, ഈ ഫ്രെയിമിൽ വെച്ച് സ്പേസറൊക്കെ ഇട്ട് മുറുക്കി മിഷീനിൽ എടുത്ത് വെച്ച്
ഞാൻ പല ദിവസങ്ങളിൽ അധ്വാനത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ഒരു കാര്യം സാധിച്ചെടുത്തു. സന്തോഷ് കെ ജോർജ് എന്ന പേര് അച്ചടിച്ച് ഒരു പേപ്പറിൽ എടുത്തു. ഈ അച്ചടിച്ച പേപ്പറുമായിട്ട് അത് അഞ്ചാറ് ഷീറ്റ് ഞാൻ എടുത്തു, ലെറ്റർ ഹെഡ് പോലെ. ഇതുമായിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിൽ ചെല്ലുന്നത്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ പല കൂട്ടുകാർക്കും ഇത് അത്ഭുതമായി. കാരണം അന്ന് സ്വന്തം പേര് അച്ചടി മഷിക്ക് എഴുതുക എന്നത് അത്ഭുതമാണ്. 80s കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇവരിൽ ഞാൻ ക്യൂരിയോസിറ്റി വളർത്തി. ഇതൊരു അത്ഭുത സിദ്ധിയാണ്, ഇത് ഈ പ്രദേശത്തൊന്നും ഇതൊരു സാധ്യമല്ല എന്നൊക്കെ പഠിപ്പിച്ചു. ഒടുവിൽ ഇവരിലെല്ലാം മോഹം ഉദിച്ചു, ഇനി ഇതൊരു പേര് എഴുതിക്കണം. അങ്ങനെ ഞാൻ ഇവരുടെ എല്ലാം ഓർഡർ എടുത്തു. പിറ്റേ ദിവസം മുതൽ രാത്രികളിൽ ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും പേര് അച്ചടിച്ച് ഓരോ ദിവസം ഓരോരുത്തരുടെ ഒരു 10-15 ഷീറ്റ് ഇവർക്ക് കൊണ്ടു കൊടുക്കും. ഇവരതിന് പ്രതിഫലമായിട്ട് ഏറ്റവും അക്കാലത്ത് വില കൂടിയ ഐസ്ക്രീമുകളും മിഠായികളും അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പേനയും ഒക്കെ എനിക്ക് ബാർട്ടർ സിസ്റ്റത്തിൽ കൈമാറി. ബാർട്ടർ സിസ്റ്റത്തിലായിരുന്നു എന്റെ ബിസിനസ് സംരംഭിക്കുന്ന കാരണം. അത് ഞാൻ ആ സ്കൂളിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബന്ധമായി അവിടെ മാറി. സാറിന്മാർ തന്നെ എന്നെ അസൂയോടെ നോക്കാൻ തുടങ്ങി പയ്യെ. അപ്പൊ ഇവർക്ക് എന്നോട് ചോദിക്കാൻ മടിയാവുന്നത് എന്റെ ഒരു പേര് അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കണക്കില് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു സാറുണ്ട്. ഞാൻ ആ സാറിനെ ഒരു ദിവസം സാറ് പറയാതെ തന്നെ സാറിന്റെ പേര് അച്ചടിച്ചു കൊണ്ടിരിക്കും. അതോടെ സാറ് എന്നോട് വളരെ കരുണയുള്ളവരെ സ്നേഹമുള്ളവരുമായി മാറി. പിന്നീട് അധികം നല്ലൊന്നും ഇരിക്കാൻ സാറിന് നിരക്കില്ല. വർഷാവസാനത്തുമ്പോഴേക്കും നോട്ട്ബുക്കിന്റെ പേജുകൾ മിച്ചം വരും ധാരാളം. എല്ലാം അറിയാം, കുറെ പേജുകൾ മിച്ചം വരും. അപ്പൊ ഞാൻ എല്ലാവർക്കും ഉള്ള 8-10 നോട്ട്ബുക്കുകളാക്കാം. അപ്പൊ അത് മിച്ചമുള്ളതെല്ലാം എനിക്ക് തിരി തരാൻ പറയും. ഞാൻ ഇത് തിരി വാങ്ങും, എന്നിട്ട് പ്രസിൽ കൊണ്ടുപോകും. ഇതിലൊരു നല്ല കവർ ഇടും, നന്നായിട്ട് ബൈൻഡ് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അതിന്റെ 3 വശവും കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോ ഒരു പുത്തൻ ബുക്കായി മാറും. ഈ മിച്ചമുള്ളതായി കൊള്ളാൻ ഇത് തിരിച്ചു കൊണ്ടായി കൊടുക്കും. ഇതിന് ഞാൻ മിഠായിയും ഐസ്ക്രീമും മാത്രമല്ല കഴിച്ചത്. 25 പൈസ 50 പൈസ എന്നൊക്കെയുള്ള ഫീസ് വെച്ചു. അന്ന് 2 രൂപ 3 രൂപ നോട്ട്ബുക്കിനുള്ളപ്പോ 25 പൈസ നോട്ട്ബുക്ക് ഞാൻ കൂട്ടാൻ തുടങ്ങി. ഇവരുടെ പേപ്പർ, ഇവരുടെ ബുക്ക് ഞാൻ ബൈൻഡ് ചെയ്യുന്നു, അതിന് പകുതി വരെ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്റെ സംരംഭം വളർത്തി. പിന്നീട് ഞാൻ ഡിഗ്രി പഠിക്കാൻ എന്റെ പിതാവ് എന്നെ കോളേജിൽ കിട്ടില്ല. എന്തിനാ ഈ സംരംഭകത്വം കോളേജിൽ കൂടെ നടന്നാൽ എങ്ങനെയാവും ആശങ്കപ്പെട്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, നീ പഠിക്കുന്നത് എന്റെ അന്നത്തെ പാർലർ കോളേജ് മരങ്ങാട്ടുപള്ളി ആർട്സ് കോളേജ്, ഇവിടെ പഠിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അവിടെ പഠിക്കുമ്പോൾ എന്റെ സംരംഭകനെ വീണ്ടും ഉണർത്തി. അപ്പൊ എനിക്കൊന്നും മനസ്സിലായി. ഞാൻ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് പഠിച്ച് ജേർണലിസം പഠിച്ച് ഇവിടെ കൂടിയാൽ ഈ പിതാവിന്റെ അടിമയായി ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടി വരും. അതിനുള്ള തുടക്കമാണ് അദ്ദേഹം എന്നെ പാർലർ കോളേജിൽ പഠിപ്പിച്ചിട്ടാണ്. എന്നെ സ്വതന്ത്രമായി വളരാൻ ഒരു തരത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ഇതിനെ എങ്ങനെ മറികടക്കാം? അപ്പോഴെന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വപ്നം, എന്തെങ്കിലും ഒരു കാലത്ത്, അപ്പോഴത്തേക്ക് ദൂരദർശനൊക്കെ കേരളത്തിൽ വളരെ പ്രചാരത്തിലെത്തി, ഒരു ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ പ്രീ ഫസ്റ്റ് ഇയർ ഇന്നത്തെ +1 പഠിക്കുമ്പോൾ ഞാൻ പാലായിൽ ഒരു സാഹിത്യകാരനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സീരിയൽ ചെയ്യണം സാർ. ഞാൻ തണിഞ്ഞു നോക്കി. ഇപ്പൊ ഇത്രയും വരുമ്പോൾ അന്നത്തെ വരുമ്പോൾ ഊഹിക്കുന്നത് മീശ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഭവമാണ്. രാമായണവും മഹാഭാരതവും ഒക്കെ ഇന്ത്യയിൽ കത്തിരിക്കുന്ന ഒരു കാലം. അപ്പൊ നമുക്കൊരു സീരിയൽ ഉണ്ടാക്കണം. ഞാൻ പാലായിലെ ബുക്സ്റ്റോളുകളിൽ നിന്ന് 2-3 ബുക്കുമായിട്ടാണ് ചെയ്തത്. 2-3 വേർഷൻ ഒരു ബുക്കിന്റെ. ശാകുന്തളം, തോമസ് പാല എന്നാണ് സാഹിത്യകാരന്റെ പേര്. പഴയ തലമുറക്കാർ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ഒരു 30 വഴങ്ങി അദ്ദേഹം സ്ക്രിപ്റ്റ് 2 എപ്പിസോഡ് എഴുതി. അദ്ദേഹവും ഞാനും ചേർന്ന് തിരുവനന്തപുരം ദൂരദർശനിൽ പോയി. ഇതൊക്കെ ഈ ഡിഗ്രി പഠിക്കുന്ന കാലത്താണ്. ദൂരദർശനിൽ ഞാൻ പോകുവാനുള്ള പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. പക്ഷെ അപ്പോൾ നടന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ ടെലിവിഷനിൽ ഒരു സംരംഭം ഡിഗ്രി കാലത്തായി. ദേവമാതാ കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. ആ സമയത്ത് വീണ്ടും സംരംഭം എന്നിൽ നോക്കിക്കൊണ്ടിരുന്നു. കോളേജ് മാഗസിനുകളുടെ പ്രിന്റിങ് ഞാൻ ഏറ്റെടുത്തു. ഈ ടെലിവിഷൻ പരിപാടി നടത്താനുള്ള പണം വേണം. അതിനെന്താണ് വഴി ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ മുൻപിൽ വരുന്നത്. ഞാൻ സജീവമായ ഒരു രാഷ്ട്രീയത്തിലില്ല. പക്ഷെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെയും നേതാക്കന്മാരെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും നല്ല ബന്ധമാണ്.
അപ്പോ ഇവരുടെ അക്കാലത്ത് കളറിൽ പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്ന അത്ഭുതമാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ലേബറിന്റെ മാസിക വഴി വളർന്നു തുടങ്ങി. ശിവകാശിയാണ് പ്രിന്റ് ചെയ്തത്. ഒരു തവണ പ്രിന്റ് ചെയ്ത് വന്ന കവർ തെറ്റിക്കും. അതിനകത്ത് അക്ഷരത്തേക്ക് വന്നു കവറില്ല. അതായത് ഒരു കഥകളി തലയാണ്. ഈ കഥകളി തലയൊക്കെ ഗംഭീര കളറിൽ പ്രിന്റ് ചെയ്ത് വന്നെങ്കിലും അതിന്റെ അടിയിൽ എന്തോ ഒരു ഓണാശംസകൾ എന്ന മറ്റാണ് ഇതിൽ വരേണ്ടത്. ഈ ആ ആശംസകളിലെ ഓരോ 1-2 അക്ഷരം ഇല്ലാതെ വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ പേപ്പർ വേസ്റ്റ് ആയി. അപ്പൊ അവിടെയും എന്നിലെ സംരംഭം ഉണർന്നു. ഞാൻ അപ്പൊ കോളേജ് ഇലക്ഷൻ നടക്കുക. ഞാന് ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് കളറിൽ നിങ്ങളൊരു നോട്ടീസ് അടിച്ചു തരാം. അപ്പൊ എന്റെ ഒരു സുഹൃത്ത്, ഇപ്പോൾ അദ്ദേഹം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാ, രാജേഷ് ടി വർഗീസ് എന്ന അദ്ദേഹത്തിന്റെ രാജേഷ്, നമ്മുടെ സ്ഥാനാർത്ഥി രാജേഷ് ടി വർഗീസിനെ വിജയിപ്പിക്കുക. കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളർഫുൾ കഥകളി തലയുടെ പശ്ചാത്തലത്തിൽ തന്റെ പേര് എഴുതി വരുന്നു. അപ്പൊ അവിടെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അന്ന് അറിയാമല്ലോ 90s കാലത്താണ്. 90s ബ്ലാക്ക് ആൻഡ് വൈറ്റില് ചവിട്ട് പ്രസിഡന്റ് നോട്ടീസൊക്കെയാണ് വിതരണം ചെയ്യുന്നത് ഈ ഇലക്ഷന് പിള്ളേര്. പിന്നെ കുറച്ച് മതിലുകൾ എഴുതി വെച്ചു. ഇത് അത്ഭുതം. ഇത് ഇറക്കിയാൽ ഷുഗർ പറ്റാൻ. അപ്പൊ ഞാൻ പല രാഷ്ട്രീയക്കാരുമായിട്ട് പല നേതാക്കന്മാരായിട്ട് ബാർഗെയിൻ ചെയ്തു. അതിൽ രാകേഷാണ് ഏറ്റവും കൂടുതൽ വില ഓഫർ ചെയ്തത്. ഞാൻ ഈ വേസ്റ്റ് വന്ന കവറ് എടുത്ത് ലേബറിന്റെ എഴുതി ഭാഗം കട്ട് ചെയ്ത് വന്നു. ആശംസകൾ എന്നുള്ള ഭാഗവും കട്ട് ചെയ്ത് വന്നു. കഥകളി തല മാത്രം കൃത്യമായിട്ട് കിട്ടി. ആ കഥകളി തലയുടെ സ്പേസ് വന്നിടത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രെയിൽ പ്രസിൽ കൊണ്ട് രാജേഷ് ടി വർഗീസിന്റെ അതിന് മുകളിൽ ഞാൻ ചടിച്ചു. എന്നിട്ട് ഇതുകൊണ്ട് രാജേഷിന് പോയി കൊടുത്തപ്പോ കോളേജിലാകെ അത്ഭുതമായി. രാജേഷ് ശിവകാശിയിൽ കൊണ്ടുപോയി നോട്ടീസ് അടിച്ച് അങ്ങനെ. പക്ഷെ രാജേഷ് 2-3 വോട്ട് തോറ്റു. പക്ഷേ അതൊരു സംരംഭക വിഷയമായിരുന്നു. ഏതായാലും അയാൾക്ക് ഈ നോട്ടീസ് കൂടി ഇല്ലാതെ എത്ര വോട്ട് കിട്ടും എന്ന് ഞാൻ ചോദിച്ചാണ് അയാളെ പിന്നെ സൈലന്റ് ആക്കിയത്. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. കോളേജ് മാഗസിൻ ചുമതലയുള്ള പ്രൊഫസർ ചാക്കോ സാറാണ്. സാർ ഇതിന്റെ നോട്ടീസ് ഒക്കെ ഇത്രയൊക്കെ എന്തിനായിട്ട് അടിച്ചു കൂട്ടിയാളില്ല. അവർ കോളേജ് മാഗസിൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ വർഷത്തെ കോളേജ് മാഗസിൻ കിട്ടി. ആ കോളേജ് മാഗസിന്റെ പ്രിന്റിങ് ഞാൻ വളരെ രഹസ്യമായിട്ട് എന്റെ പിതാവിന്റെ സ്ഥാപനത്തിൽ വെച്ച് അവിടുത്തെ ജീവനക്കാരെ വെച്ച് ഇരിക്കാമെന്ന് വിചാരിച്ച. കാരണം അദ്ദേഹം ഒരു 8 മണി ഞാൻ വീട്ടിൽ പോകും. ഞാൻ പ്രസിലാണ് താമസം ഉറപ്പമൊക്കെ. അപ്പൊ രാത്രി ഷിഫ്റ്റിൽ വരുന്ന ജീവനക്കാരെ കൊണ്ട് ഞാൻ പിതാവ് വീട്ടിൽ പോയി കഴിഞ്ഞ് ഈ പണിയൊക്കെ ചെയ്യാനാണ് എഴുതിയത്. പക്ഷെ ഒരു ദിവസത്തെ രാത്രി ഒരാവശ്യമില്ലാതെ അക്കോമഡേഷനുമായിട്ട് ഫാദർ രാത്രി വരുമ്പോ ലേബറിന്റെ പണിയല്ല ദേവമാതാ കോളേജിന്റെ മാഗസിൻ പണിയാണ് പിടികൂടി. എന്നോട് ഈ പ്രേരാപമായിട്ട് നേരെ വാങ്ങി വന്നു. പക്ഷെ കാശ് ഞാൻ മേടിച്ചു പോയി. ഒടുവിൽ ഞാൻ ശിവകാശിയിലേക്ക് വോട്ട് ചെയ്തതാണ്. അന്നൊരു ജോർജിയാണ്. ഈ ജോർജിയെ കൂട്ടി ഞാൻ ശിവകാശിയിൽ പോകുന്നു. പല പ്രസംഗങ്ങളിൽ പോയി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്രിന്റ് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് നമ്മൾ പ്രസിൽ കൊണ്ടുപോയി കൊടുത്തില്ല. ശിവകാശിന്റെ സിസ്റ്റം കമ്പോസ് ചെയ്ത പേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ബട്ടർ ഷീറ്റ് ഉണ്ടാവും. ഇതുമായിട്ട് ചെന്നാൽ പ്ലേറ്റ് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് 106 പ്ലേറ്റ്. അതൊരു സ്ഥലത്തായിരിക്കാം. അതിന്റെ വാഷ് ചെയ്യുന്നത് അവിടെ